ലീഡർ എന്ന വിശേഷണത്തിന് അക്ഷരാർത്ഥത്തിൽ അർഹനായ നേതാവ് കെ കരുണാകരൻ മാത്രമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അദ്ദേഹത്തെ ലീഡറായി അംഗീകരിച്ചു. എന്നാൽ കരുണാകരന് ശേഷം കോൺഗ്രസിൽ ലീഡർ എന്ന വിശേഷണം ചാർത്തിക്കിട്ടിയ മറ്റൊരു നേതാവ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനാണ്. അണികളും നേതാക്കളും എല്ലാം വി.ഡി. സതീശന് ലീഡർ എന്ന പദവി ചാർത്തി നൽകി. കെ കരുണാകരനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും തമ്മിൽ ചില സാമ്യതകളുമുണ്ട്. കേരള പിറവിക്ക് ശേഷം നടന്ന 1957 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മത്സരിച്ചെങ്കിലും കെ കരുണാകരൻ പരാജയപ്പെട്ടു. പിന്നീട് 1965 മാളയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച കരുണാകരൻ ആകെ 8 തവണ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1996 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കൻ പറവൂർ മണ്ഡലത്തിൽ സതീശൻ മത്സരിച്ചെങ്കിലും തോൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2001 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ വിജയം കണ്ടു. തുടർന്ന് 2024 ഭൂരിപക്ഷം പടിപടിയായി ഉയർത്തി വി.ഡി. സതീശൻ തന്റെ രാഷ്ട്രീയ ജൈത്രയാത്ര തുടർന്നു. സ്വന്തം കഴിവുകൊണ്ടും വാക്സാമർഥ്യം ഒന്നുകൊണ്ടും മാത്രമാണ് വി.ഡി. സതീശൻ ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിൽ ചേക്കേറിയിരിക്കുന്നതും. കെ കരുണാകരനെ പോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളാലും സ്വന്തം പാർട്ടിയിലെ അസംതൃപ്തരായ മറ്റു നേതാക്കളാലും വി.ഡി. സതീശൻ വേട്ടയാടപ്പെട്ടതായും ആരോപണങ്ങൾ വന്നിരുന്നു. നിയമബിരുദധാരിയായ അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ പറവൂരുകാരനല്ല. എറണാകുളം ജില്ലയിലെ നെട്ടൂർ സ്വദേശിയാണ്. വടശ്ശേരി ദാമോദരൻ മേനോന്റെയും വി. വിലാസിനി അമ്മയുടെയും മകൻ. പഠിച്ചിരുന്ന കാലത്ത് എം.ജി. സർവകലാശാല യൂണിയൻ കൗൺസിലർ, യൂണിയൻ ചെയർമാൻ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിരുന്നു. സഭയിൽ ഒരിക്കൽ വി.ഡി. സതീശന്റെ ഒരു അഭിപ്രായത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പഴയ വിജയൻ ആയിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞേനെ എന്ന്. അതിന് ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല എന്നാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊടുത്ത മറുപടി. കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പറയാനുള്ള കഴിവും ജന്മസിദ്ധമായ വാക്ചാതുര്യവും അതാണ് വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ പ്രധാന സവിശേഷത. പരിസ്ഥിതിക്ക് വേണ്ടി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായി നിലപാടെടുത്ത എം.എൽ.എമാരിലെ പ്രമുഖനായിരുന്നു വി.ഡി. സതീശൻ. അന്യസംസ്ഥാന ലോട്ടറി വിവാദ വിഷയത്തിൽ തോമസ് ഐസക്കുമായി പരസ്യ സംവാദം നടത്തി അദ്ദേഹത്തെ മലർത്തിയടിച്ച ക്രെഡിറ്റും വി.ഡി. സതീശനുണ്ട്. ആ സംവാദത്തോടെ വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയക്കാരനെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഒപ്പം ജനങ്ങളുടെ പ്രീതിയും പിടിച്ചുപറ്റി. അവിടെ നിന്നായിരുന്നു വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വളർച്ചയുടെ ഉയർച്ചയുടെ തുടക്കം. അതോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ സാന്റിയാഗോ മാർട്ടിന്റെ നോമിനിയായി എന്ന് പറയുന്നു. സാക്ഷാൽ പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂരിൽ നിന്ന് എത്തി വടക്കൻ പറവൂരിൽ വന്ന് സതീശനെതിരെ മത്സരിച്ചു. എന്നാൽ പറവൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെ തോൽപ്പിക്കാൻ പന്ന്യൻ രവീന്ദ്രന് കഴിഞ്ഞില്ല. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുന്ന വി.ഡി. സതീശൻ എന്ന നേതാവിനെതിരെ ചില സാമുദായിക നേതാക്കൾ രംഗത്ത് വരുന്നതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു. പണ്ട് കെ കരുണാകരൻ തന്റെ മന്ത്രിസഭയിൽ കേവലം 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ക്യാബിനറ്റ് മന്ത്രിയാക്കി. അതേ നേതാവ് പിന്നീട് വളർന്നപ്പോൾ ഇതേ കെ കരുണാകരനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന തിരുത്തൽവാദിയായി മാറിയതും ചരിത്രമാണ്. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ച് അത് നടക്കാത്തതിലുള്ള ഇച്ഛാഭംഗത്തിൽ ഇരിക്കുന്ന നേതാക്കളും കോൺഗ്രസിലുണ്ട്. തനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്ന നിലപാടാണ് ഇത്തരക്കാർക്കുള്ളത്. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുക, പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, അങ്ങനെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് അതിൽ നിന്നും മുതലെടുക്കാൻ അവസരം നൽകുക എന്നൊക്കെയാണ് ചിലർ ലക്ഷ്യമിടുന്നതായി പറയുന്നത്. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന വി.ഡി. സതീശന്റെ അഭിപ്രായ ധീരത എത്രത്തോളമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും വി.ഡി. സതീശൻ അനുകൂലികൾ പറയുന്നു. ഭാവിയിൽ അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത്. അത് അർഹിക്കുന്ന സ്ഥാനം തന്നെയാണെന്നാണ് വിലയിരുത്തുന്നത്.